പുറത്തു വന്ന എല്ലാ എഡിറ്റിംഗും കഴിഞ്ഞ് എല്ലാ സ്വകാര്യതയും മാനിച്ച് ഇരകളെ മാത്രമല്ല വേട്ടക്കാരെ കൂടി സംരക്ഷിച്ച് പുറത്തേക്ക് വന്ന 233 പേജിൽ പലയിടങ്ങളിലും പവർ ഗ്രൂപ്പ് മലയാള സിനിമാ മേഖലയെ കൊണ്ടു നടക്കുന്ന നിയന്ത്രിക്കുന്ന തമ്പ്രാന്മാരെ കുറിച്ചും പവർ ഗ്രൂപ്പിനെ കുറിച്ചും ഒക്കെ ആവർത്തിച്ച് പറയുന്നുണ്ട്. ആ പവർ ഗ്രൂപ്പിന്റെ പവർ വെളിവാക്കുന്നതാണോ ഇപ്പോഴും ഇത്രയധികം ചർച്ചയായിട്ടും ഇത്രയധികം വിമർശനങ്ങൾ ഉയർന്നിട്ടും ഇത്രയധികം ചൂഷണം നടന്നതിന്റെ തെളിവുകൾ പുറത്തേക്ക് വന്നിട്ടും ഈ മൗനം തുടരുന്നത്? എന്തുകൊണ്ട് ഈ ഒരു റിപ്പോർട്ട് പുറത്തുവിടാൻ സർക്കാർ വൈമനസ്യം കാണിക്കുന്നു എന്നുള്ളതായിരുന്നു ആദ്യം ഉയർന്നിരുന്ന ചോദ്യം. പിന്നീട് കോടതിയുടെ ഉൾപ്പെടെ ഇടപെടൽ ഉണ്ടായതോടുകൂടിയാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ഭാഗികമായെങ്കിലും പുറത്തുവിടാൻ സർക്കാർ തീരുമാനിച്ചത്. അതേസമയം റിപ്പോർട്ട് പുറത്തുവന്ന് വിവിധ കോണുകളിൽ നിന്ന് അതിനെതിരെ വിമർശനങ്ങൾ ഉയരുന്നു, കൂടുതൽ ആക്ഷേപങ്ങൾ ഉയരുന്നു, പരാതികൾ വരുന്നു. പക്ഷേ ഇത്തരമൊരു സാഹചര്യത്തിലും അംഗങ്ങളുടെ ക്ഷേമം നിർവഹിക്കാൻ തിരഞ്ഞെടുക്കപ്പെട്ട ആ ചുമതലയുള്ള സംഘടനയായ അമ്മ ഇനിയും ഒരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. എപ്പോൾ പ്രതികരിക്കും എന്ന് പോലും ഇതേവരെ പറഞ്ഞിട്ടില്ല. ചില മുതിർന്ന അംഗങ്ങൾ തന്നെ ഇക്കാര്യത്തിൽ വൈകാതെ ഒരു നിലപാട് വ്യക്തമാക്കണമെന്ന് അമ്മ ഭാരവാഹികളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇനിയും ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ലെങ്കിൽ സംഘടനയുടെയും ഒപ്പം ആ സംഘടനയെ നയിക്കുന്ന ആളുകളുടെയും മുഖം വികൃതമാക്കുന്ന നടപടിയായിരിക്കും അത്. അതുകൊണ്ട് തന്നെ വൈകാതെ ജനറൽ ബോഡി അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് വിളിച്ചുകൂട്ടി ഇക്കാര്യത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കണമെന്നാണ് മുതിർന്ന ചില അംഗങ്ങൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വൈകാതെ തന്നെ എക്സിക്യൂട്ടീവ് വിളിച്ചു കൂട്ടിയേക്കും എന്നുള്ള ചില സൂചനകളുമുണ്ട്. ഇപ്പോഴത്തെ പരാതികൾ കൂടാതെ വർഷങ്ങൾക്ക് മുൻപ് നൽകിയ പരാതികൾ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് പല നടിമാരും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ഉദാഹരണമായി 2018 ലൈംഗിക ചൂഷണത്തിനുള്ള ശ്രമം സംബന്ധിച്ചും പ്രതിഫലം നൽകിയില്ല എന്നത് സംബന്ധിച്ചും ഒരു നടി പരാതി നൽകിയിരുന്നു. ഈ പരാതിയിൽ 6 വർഷമായിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. അമ്മ ഇക്കാര്യത്തിൽ ഇടപെടുക പോലും ചെയ്തിട്ടില്ല. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് ഈ കഴിഞ്ഞ ദിവസം ആ നടി വീണ്ടും ഒരു കത്തും പരാതിയും ഒക്കെ അയക്കുകയുണ്ടായി. മാത്രമല്ല ലിജോ ജോസ് പെല്ലിശ്ശേരിയെ പോലുള്ള സംവിധായകർ മൗനം ഒന്നിനും പരിഹാരമല്ല എന്ന് ഫേസ്ബുക്കിൽ പങ്കുവയ്ക്കുകയുണ്ടായി. ബാല ഉൾപ്പെടെയുള്ള നടന്മാർ ഇത്തരം പവർ ഗ്രൂപ്പുകൾ ഉണ്ട് എന്ന് തനിക്കും അറിയാവുന്ന കാര്യമാണ് എന്ന് തുറന്നടിച്ചു. നിരവധി നടിമാർ പരസ്യമായി രംഗത്ത് വരികയും ചെയ്തു. ഈ ഒരു സാഹചര്യത്തിൽ ഇനി എത്ര നാൾ അമ്മയ്ക്ക് മൗനവുമായി മുന്നോട്ട് പോകാനാകും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്. 10-15 ദിവസത്തേക്കാണ് കോടതി ഈ കേസ് പരിഗണിക്കുന്നത് മാറ്റിവെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതുവരെ സർക്കാരിനും ഒപ്പം താരസംഘടനയായ അമ്മയ്ക്കും കോടതി തീരുമാനിക്കട്ടെ, കോടതി പറയുന്നത് പോലെ ചെയ്യാം എന്ന് പറയാൻ സാധിക്കും. കോടതിയിൽ നിന്ന് എന്താണ് അടുത്ത ഉത്തരവുണ്ടാകുന്നത് അല്ലെങ്കിൽ കോടതി എന്ത് നിലപാടാണ് എടുക്കുക എന്നത് നോക്കിയാണ് നിലവിൽ അമ്മയും ഒപ്പം സംസ്ഥാന സർക്കാരും നിൽക്കുന്നത് എന്നുള്ള കാര്യം വ്യക്തമാണ്.